ഹായ് എവ്രിവൺ. നമ്മുടെ ഫിഫ്ത്ത് സെമ്മിൻ്റെ സബ്ജക്റ്റാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് സർവീസസ് അല്ലേ. നമ്മുടെ പ്രീവിയസ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേര് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൽ എന്തൊക്കെയാണ് ആ സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നു ഇല്ലേ. ഇനി ടുഡേ ഓൺവേർഡ്സ് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ചാപ്റ്ററിലേക്ക് കടന്നു. ഇനി എന്നും നമ്മൾ ക്ലാസ്സുകൾ എടുത്ത് ഓരോ പാർട്ട് 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് ഓരോ ദിവസവും നമ്മൾ അപ്ലോഡ് ചെയ്യും. അത് നിങ്ങൾ കണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ദിവസവും അതിൻ്റെ റെസ്പെക്റ്റീവ് നോട്ട്സുകൾ നമ്മൾ തരും, അത് ടേക്ക് ഡൗൺ ചെയ്യണം കേട്ടോ. സോ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ ഫസ്റ്റ് ക്ലാസ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു നിർത്തിയതിൻ്റെ കണ്ടിന്യൂവേഷൻ. ഓക്കെ, നമ്മൾ എന്താ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്? ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് സർവീസസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്? ഫിനാൻഷ്യൽ സിസ്റ്റം എന്താണെന്നല്ലേ പറഞ്ഞത്. വാട്ട് ഈസ് ഫിനാൻഷ്യൽ സിസ്റ്റം? എന്തായിരുന്നു ഫിനാൻഷ്യൽ സിസ്റ്റം? ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഫണ്ട് അല്ലെങ്കിൽ ഫിനാൻസ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആരുടെ എല്ലാം? ലെൻഡേഴ്സ്, ബോറോവേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് തുടങ്ങിയിട്ടുള്ള മാർക്കറ്റ് പാർട്ടിസിപ്പൻസിൻ്റെ ഇടയിൽ എന്ത് എക്സ്ചേഞ്ച് ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് എൻഹാൻസ് ചെയ്യുന്നു? ഫിനാൻസിൻ്റെ ഫ്ലോ, ഫണ്ടിൻ്റെ ഫ്ലോ എക്സ്ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിനെയാണ് മക്കളെ നമ്മൾ എന്ത് പറഞ്ഞത്? ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞത് അല്ലേ. ഇനി ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ മേജർ 4 കോമ്പണൻസ്, 4 എലമെൻ്റ് ആണുള്ളത്. 4 മേജർ എലമെൻ്റ് ആണ്. ആ 4 മേജർ എലമെൻറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്താ? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സെക്കൻഡ് വൺ എന്താ? ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്. തേർഡ് വൺ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്. ആൻഡ് ലാസ്റ്റ് വൺ ഫിനാൻഷ്യൽ സർവീസസ്. ഓക്കെ, എന്താ പറയുന്നത്? ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫണ്ട് എൻഹാൻസ് ചെയ്യാണ്, ഫണ്ടിൻ്റെ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഫ്ലോ എൻഹാൻസ് ചെയ്യാണ്. ആരുടെ ഇടയിലാണ്? മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്. ആരൊക്കെയാണ് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്? ആരൊക്കെയാണ്? ബോറോവേഴ്സ് ഉണ്ട്, ലെൻഡേഴ്സ് ഉണ്ട്, ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് ഇല്ലേ. ഇനി ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ മേജർ 4 കോമ്പണൻസ് ആണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ്. ഇതിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോണത് ഫസ്റ്റ് എലമെന്റ്. ഒന്നാമത്തെ ഏതാ? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലേ. ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താ, അതിൻ്റെ സബ് ക്ലാസിഫിക്കേഷൻ എന്താണെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിൽ വാട്ട് ഈസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ? എന്താ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി എൻഗേജ് ഇൻ ദ ബിസിനസ് ഓഫ് ഡീലിംഗ് വിത്ത് ഫിനാൻഷ്യൽ ആൻഡ് മോണിറ്ററി ട്രാൻസാക്ഷൻസ് such as deposits, loans, investments and currency exchange. എന്താ പറയണത്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയണത് കമ്പനീസ് which engage in the business of dealing with financial and monetary transactions. അതായത് ഫിനാൻഷ്യൽ ആൻഡ് മോണിറ്ററി ട്രാൻസാക്ഷൻസ് ഡീൽ ചെയ്യുന്ന ബിസിനസ് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ കമ്പനീനെയാണ് നമ്മൾ എന്ത് പേരിൽ പറയുന്നത്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഈ മോണിറ്ററി ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ പെടും? ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുക, ലോണുകൾ പ്രൊവൈഡ് ചെയ്യുക, ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുക, കറൻസി എക്സ്ചേഞ്ചുകൾ നടത്തുക. ക്ലിയർ ആയോ? എന്താ നമ്മൾ പറയുന്നത്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണെന്നാണ് പറയുന്നത്. വാട്ട് ഈസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ? അതായത് മോണിറ്ററി ആൻഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്ന കമ്പനികളെ, ഓർഗനൈസേഷൻസിനെയാണ് നമ്മൾ എന്ത് പേരിൽ പറയുന്നത്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയുന്നത്. മോണിറ്ററി ആൻഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. ഈ മോണിറ്ററി ആൻഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ പെടും? ഡെപ്പോസിറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്വീകരിക്കുന്നുണ്ട്, ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, കറൻസി എക്സ്ചേഞ്ചുകൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഇനി ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അണ്ടറിൽ തന്നെ കുറേ സബ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. സോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ആദ്യം നമ്മൾ 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഏതാ? ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. സെക്കൻഡ് വൺ എന്താ? നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അതിലുള്ള ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് ക്ലാസിഫൈഡ് ഇൻ ടു ഫർദർലി ക്ലാസിഫൈഡ് ഇൻ ടു 2 കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഈ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്നും കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്നും എന്ത് ചെയ്യുന്നുണ്ട്? ഫർദർ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതേപോലെ നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നും അൺഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നും
നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു. ഇനി നമ്മളിവിടെ പറഞ്ഞു കൊമേഴ്ഷ്യൽ ബാങ്ക്സും കോപ്പറേറ്റീവ് ബാങ്ക്സും. ഈ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ ഏതൊക്കെ പെടും? പബ്ലിക് സെക്ടർ ബാങ്ക്സ് പെടും, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് പെടും, RRB എന്ന് പറഞ്ഞാൽ എന്താ? റീജിയണൽ റൂറൽ ബാങ്ക്സ് പെടും, ദെൻ ഫോറിൻ ബാങ്ക്സ് പെടും. നമ്മൾ എന്താ മക്കളെ പറയണത്? ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ 4 മേജർ കോമ്പണന്റ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് നമ്മൾ പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ബാങ്കിങ്ങിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സും കോപ്പറേറ്റീവ് ബാങ്ക്സും, നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അൺഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും. ദെൻ കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഏതൊക്കെ പെടും? പബ്ലിക് സെക്ടർ ബാങ്ക്സ്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്, റീജിയണൽ റൂറൽ ബാങ്ക്സ് ആൻഡ് ഫോറിൻ ബാങ്ക്സ്. ഓക്കെ, ഈ സ്ട്രക്ചർ മനസ്സിലുണ്ടല്ലോ? യെസ്. ഇനി ഇപ്പം നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ പറഞ്ഞു നിർത്തിയില്ലേ? ഇനി നമ്മൾ ഓരോ എലമെൻറ്റും എന്താ നോക്കും. ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്താ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യണത്? മോണിറ്ററി ആൻഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസുമായി ഡീൽ ചെയ്യുന്ന കമ്പനി അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിനെയാണ് നമ്മൾ എന്ത് പേര് പറയണത്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നുണ്ട്, ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ്സുകളൊക്കെ നടത്തുന്നുണ്ട്, കറൻസി എക്സ്ചേഞ്ചുകൾ നടത്തുന്നുണ്ട് ഇല്ലേ? ഇനി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് പറയുന്നത്. ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ഇന്റർമീഡിയറീസ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ഇന്റർമീഡിയറീസിന്, ഇടനിലക്കാരനെയാണ് നമ്മൾ എന്ത് പേര് പറയുക? ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയാം. അല്ലെങ്കിൽ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ കമ്പനീസ് which provide financial services. എന്താ പറയുന്നത്? ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ കമ്പനീസ് which provide financial services and these are intermediaries of financial market. ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ഇന്റർമീഡിയറീസ് ആണ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് പബ്ലിക്കിന് ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസ് ആണ്. ക്ലിയർ ആണോ? ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താ? കമ്പനീസ് വിച്ച് പ്രൊവൈഡ് services, financial services, and these are intermediaries of financial market. ഇനി നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? companies that offer financial services but do not hold banking licenses. അതായത് നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നതും എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഫിനാൻഷ്യൽ സർവീസസ് ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ എന്ത് പ്രോസസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്ത് ഹോൾഡ് ചെയ്യുന്നില്ല? ബാങ്കിങ് ലൈസൻസ് ഹോൾഡ് ചെയ്യുന്നില്ല. ദെൻ അതിന് എക്സാമ്പിൾ ആണ് ഇൻഷുറൻസ് കമ്പനീസ്, ബ്രോക്കറേജ് ഫേംസ് എക്സെട്ര. അതായത് ഇൻഷുറൻസ് കമ്പനീസ് ഒക്കെ എന്താ ചെയ്യുന്നത്? അവർ മോണിറ്ററി ആൻഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൽ എൻഗേജ്ഡ് ആണ്. പക്ഷെ അതായത് ഇൻവെസ്റ്റ്മെന്റ്സ് തന്നെയാണ് നടത്തുന്നത്, അല്ലെങ്കിൽ കറൻസി എക്സ്ചേഞ്ച് നടത്തുന്നുണ്ട്. പക്ഷേ അവർ ഒരു ബാങ്കിങ്ങിന്റെ സ്ട്രക്ചർ അല്ലല്ലോ, ഒരു ബാങ്കിങ് ലൈസൻസ് അല്ല അവർ ഹോൾഡ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനും നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനും. ഇനി ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് നമ്മൾ രണ്ടെണ്ണം പറഞ്ഞത്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഉണ്ട്, കോപ്പറേറ്റീവ് ബാങ്ക്സ് ഉണ്ട് ഇല്ലേ? ഇതില് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എ കൊമേഴ്ഷ്യൽ ബാങ്ക് ദാറ്റ് ഓഫേഴ്സ് സർവീസസ് ടു ദി ജനറൽ പബ്ലിക് ആൻഡ് ടു ദി കമ്പനി. ബിസിനസ് ഓർഗനൈസേഷൻസിന്, കമ്പനീസിന്, അതേപോലെ നമ്മുടെ കോമൺ പീപ്പിൾ അതായത് ജനറൽ പബ്ലിക്കിന് ഫിനാൻഷ്യൽ സർവീസസ് അല്ലെങ്കിൽ ബാങ്കിങ് സർവീസസ് ഓഫർ ചെയ്യുന്ന കമ്പനികളെ തന്നെയാണ്, ഒരു ബാങ്കിനെയാണ് എന്ത് പേരിൽ നമ്മൾ പറയണത്? കൊമേഴ്ഷ്യൽ ബാങ്ക് എന്നുള്ള പേരിൽ പറയണത്. ഫോർ എക്സാമ്പിൾ ഏതൊക്കെയാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്? SBI ഉണ്ട്, ICICI ഉണ്ട്, ആക്സിസ് ബാങ്ക് ഉണ്ട് ഇല്ലേ? ഇതൊക്കെ എന്താണ്? കൊമേഴ്ഷ്യൽ ബാങ്കിന് എക്സാമ്പിൾ ആണ്. കാരണം ഇതെല്ലാം എന്താ പ്രൊവൈഡ് ചെയ്യണത്? നമ്മുടെ ജനറൽ പബ്ലിക്കിന്, നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻസിന്, കമ്പനീസിന് അവരെന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ബാങ്കിങ് സർവീസസ്. നമ്മുടെ ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നുണ്ട്, നമുക്ക് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇല്ലേ? സോ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ those which offers services to the general public and to the company. Clear ആണോ? ഇനി the next category എന്താ? കോപ്പറേറ്റീവ് ബാങ്ക്സ്. വാട്ട് ഈസ് കോപ്പറേറ്റീവ് ബാങ്ക്? കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക് പോലെ തന്നെയാണ്. പക്ഷേ കോപ്പറേറ്റീവ് ബാങ്കുകൾ എപ്പോഴും ഒരു റീറ്റെയിൽ ബേസിസിലാണ്. അതായത് റീറ്റെയിൽ ആൻഡ് കൊമേഴ്ഷ്യൽ ബാങ്കിങ് ആണ് ആര് നടത്തുന്നത്? കോപ്പറേറ്റീവ് ബാങ്ക്സ് നടത്തുന്നത്. ഒരു കോപ്പറേറ്റീവ് ബേസിസ്. അതായത് കോപ്പറേറ്റീവ് ബാങ്ക്സ് എപ്പോഴും ഒരു റൂറൽ ഏരിയയാണ്,
പോപ്പുലേഷനിൽ ഫോക്കസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നോർമൽ ആളുകളുടെ ഇക്കണോമിക് പ്രോബ്ലംസുമായി ഡീൽ ചെയ്യുന്നു. അതല്ലേ കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ പ്രത്യേകത. ഒരു റൂറൽ ഏരിയയിൽ ഇക്കണോമിക് അസിസ്റ്റൻസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ കൊമേഴ്ഷ്യൽ ബാങ്ക്സും കോപ്പറേറ്റീവ് ബാങ്ക്സും ഫിനാൻഷ്യൽ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ ഒരു ഹോൾസെയിൽ ബേസിസിലല്ല, റീറ്റെയിലാണ് ആൻഡ് കോപ്പറേറ്റീവ് ബേസിസ് ആണ്. അതാണ് വ്യത്യാസം. ഇനി പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താന്ന് പറഞ്ഞു, ബാങ്കിങ് എന്താ പറഞ്ഞു, നോൺ ബാങ്കിങ് എന്താന്ന് പറഞ്ഞു, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്താ പറഞ്ഞു, കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്താ പറഞ്ഞു. ഇനി നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബാങ്കിങ് സ്ട്രക്ചർ ഇല്ലാത്തത്, അതായത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഇല്ലാത്തതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുക, നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയാം. അതിന് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? ഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അൺഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും. ഓക്കെ, ഇതിൽ ഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഒരു റൂൾസും റെഗുലേഷൻസും ഒക്കെ അപ്ലിക്കബിൾ ആണ്. അൺഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ചിറ്റ് ഫണ്ട്സ് ഉണ്ടായിരിക്കും, മണി ലെൻഡേഴ്സ് ഉണ്ടായിരിക്കും. അതായത് ഓതറൈസ്ഡ് ഡീലേഴ്സ് അല്ലാതെ നമ്മൾ ചിലവരുടെ കയ്യിൽ പൈസ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എന്ത് വാങ്ങും, അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങും. അൺഓതറൈസ്ഡ് ആണ്. സോ ഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അൺഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ അണ്ടറിൽ വരുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ അണ്ടറിൽ വരുന്ന ഫസ്റ്റ് വൺ ഏതാ? പബ്ലിക് സെക്ടർ ബാങ്ക്. വാട്ട് ഈസ് പബ്ലിക് സെക്ടർ ബാങ്ക്? എന്താ മക്കളെ, എല്ലാവർക്കും അറിയേണ്ടതാണ്. അതായത് ഗവൺമെൻറ് ഓണർഷിപ്പിലുള്ള ബാങ്കുകളെ തന്നെയാണ് നമ്മൾ എന്ത് പേരിൽ പറയുക? പബ്ലിക് സെക്ടർ ബാങ്ക്സ് എന്ന് പറയാം. ദെൻ ഓണർഷിപ്പ് പ്രൈവറ്റ് ആണെങ്കിലോ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ആണ്. ദെൻ RRB മീൻസ് റീജിയണൽ റൂറൽ ബാങ്ക്സിനെയാണ് നമ്മൾ എന്ത് പേരിൽ പറയണത്? RRB എന്ന് പറയുന്നത്. എന്താ റീജിയണൽ റൂറൽ ബാങ്ക്സ് അല്ലെങ്കിൽ RRB എന്ന് പറഞ്ഞാൽ എന്താ? ഈ നമ്മുടെ ഒരു റൂറൽ ഏരിയയിൽ, അതായത് പുവർ പീപ്പിളിൻ്റെ ഇടയിൽ അവർക്ക് ഇക്കണോമിക് അസിസ്റ്റൻസ് കൊടുക്കുക, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക, അവരെ ഇക്കണോമിക്കലി ഫിനാൻഷ്യലി അപ്ഗ്രേഡ് ചെയ്യുക, അതാണ് റീജിയണൽ റൂറൽ ബാങ്ക്സ് അല്ലെങ്കിൽ RRBയുടെ ചുമതല, അല്ലെങ്കിൽ അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ ദി ലാസ്റ്റ് വൺ ഫോറിൻ ബാങ്ക്സ് എന്താ? ഇന്ത്യയിലല്ല, അതായത് നമ്മുടെ കൺട്രിയിലല്ല, എബ്രോഡാണ്. ഓക്കെ, അപ്പം നമ്മൾ എന്താ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്? നമ്മൾ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ 4 മേജർ കോമ്പണൻസ് ആണ്: ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഫിനാൻഷ്യൽ സർവീസസ്. ദെൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അണ്ടറിൽ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ബാങ്കിങ്ങിനെ കൊമേഴ്ഷ്യൽ ആൻഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ് രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു. നോൺ ബാങ്കിങ്ങിനെ ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു. കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ അണ്ടറിൽ പബ്ലിക് സെക്ടർ ബാങ്ക്സ്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്, റീജിയണൽ റൂറൽ ബാങ്ക്സ് ആൻഡ് ഫോറിൻ ബാങ്ക്സ് വരുന്നുണ്ട്. നിങ്ങൾക്ക് നോട്ട്സുകൾ ഇതിൻ്റെ താഴെ തന്നെ, ക്ലാസ്സിൻ്റെ താഴെ നമ്മുടെ നോട്ട്സുകളുണ്ട്. ഓരോ ദിവസത്തെ നോട്ടുകൾ അന്ന് തന്നെ ടേക്ക് ഡൗൺ ചെയ്യാം കേട്ടോ. താങ്ക് യു.